ഹലോ ലേണേഴ്സ്, ഐ+ ട്രേഡിംഗ് സൊല്യൂഷൻസിന്റെ UGC നെറ്റ് മാനേജ്മെന്റ് ക്ലാസ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സെഷൻ ആക്ച്വലി ഇപ്പോൾ എക്സാം കഴിഞ്ഞില്ലേ, നമ്മുടെ ജൂൺ സൈക്കിൾ കഴിഞ്ഞു, അതേപോലെ ഡിസംബർ സൈക്കിൾ വരാനിരിക്കുവാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ഈ ഒരു 6 മാസത്തിനുള്ളിൽ എങ്ങനെ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നതിനുള്ള കുറച്ച് ടിപ്സും സ്ട്രാറ്റജീസും ഒക്കെയാണ്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ എക്സാമിന് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് ആ ഒരു രീതിയിലും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. തവണ എഴുതി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ എഴുതാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ എനിവേ, അപ്പം നിങ്ങളിലെ കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്, കുറെ സെഗ്മെന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ 2025 ജൂൺ സൈക്കിൾ എക്സാം എങ്ങനെയാണ് NTA കണ്ടക്ട് ചെയ്തിരുന്നത് എന്നുള്ളതും, അതായത് നമ്മൾ കഴിഞ്ഞ സൈക്കിൾസിലൊക്കെ കാണുന്നതിനേക്കാളും ചില കുഞ്ഞു കുഞ്ഞു ഡിഫറൻസ് ഒക്കെ നമ്മുടെ എക്സാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ഇനി എങ്ങനെയാണ് 2025 ഡിസംബർ സൈക്കിളിലോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ആ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ടിപ്സും കുറച്ച് സ്ട്രാറ്റജീസും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, എനിവേ, വിതൗട്ട് എനി ഫർദർ ഡിലേ വി ക്യാൻ ഡയറക്ട്ലി മൂവ് ടു ദ സെക്ഷൻ. നമ്മുടെ NTA നെറ്റിനെ പറ്റിയിട്ട് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ്. ഇത് ആക്ച്വലി മാനേജ്മെന്റിന്റെ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിനും NTA ആണ്, നമുക്കറിയാവുന്നതാണ് അല്ലെ. UGC എക്സാം കുറെ നാളുകളായിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് NTA ആണ്. അപ്പൊ UGC ആയിരുന്ന സമയത്ത് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ചെയ്തിരുന്നതിനേക്കാളും കുറെ ഡിഫറൻസസ് വന്നു. ഇത് NTA കണ്ടക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക്. അപ്പൊ UGC ആയിരുന്ന സമയത്ത് എന്താ ചെയ്തുകൊണ്ടിരുന്ന പെൻ ആൻഡ് പേപ്പർ എക്സാം ആയിരുന്നു. എക്സാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന രീതിയൊക്കെ ഡിഫറൻസ് ആയിരുന്നു. ആക്ച്വലി നമ്മളിപ്പോ കാണുന്ന എക്സാമിനേക്കാളും കുറച്ചും കൂടി ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ചോദിച്ചിരുന്നതും. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, അന്ന് എഴുതിയെടുത്ത എളുപ്പമായിരുന്നില്ല, ഇപ്പൊ നമുക്ക് എന്താ എന്ന് ആലോചിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവിടെ വന്നൊരു മെയിൻ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഇത് ഇയേഴ്സ് ബാക്ക് 2018 അല്ലെങ്കിൽ അതിന് മുന്നേ 18 ആണ് ലാസ്റ്റ് എക്സാം UGC കണ്ടക്ട് ചെയ്തിട്ടുള്ളത് പെൻ ആൻഡ് പേപ്പർ രീതിയിൽ. അപ്പൊ അത് ആൾക്കാർക്ക് റിസോഴ്സസ് ഇല്ലായിരുന്നില്ല, ഭയങ്കര ലിമിറ്റഡ് റിസോഴ്സസ് നിന്നാണ് പഠിച്ച് നെറ്റ് ക്രാക്ക് ചെയ്യുക. അവർക്ക് ബുക്ക് റെഫർ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ മുന്നിലുള്ള ഏക വഴി. നമുക്കിപ്പോ അങ്ങനെയല്ല, ഒത്തിരി റിസോഴ്സസ് അവൈലബിൾ ആണ്. നമ്മൾ ബുക്ക് റെഫർ ചെയ്യാതെ തന്നെ സോഴ്സസിൽ നിന്ന് നമുക്ക് നോട്ട്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ സെഷൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി റിസോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ അന്ന് അവർക്ക് ഇല്ലാത്തൊരു അഡ്വാൻറ്റേജ് ഇപ്പൊ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ അന്ന് എളുപ്പമായിരുന്നു അങ്ങനെ നമുക്ക് വിചാരിക്കാൻ. കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ NTA കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ പാറ്റേണിലൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ പറയാനുള്ള മെയിൻ റീസൺ ഇത് തന്നെയാണ്. നമുക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ ഒരു സിലബസ് നമ്മൾ ജസ്റ്റ് നോക്കുന്നുണ്ട് ഒരു ഓവർവ്യൂ എന്നുള്ള രീതിയിൽ. അപ്പൊ ഒരു സിലബസ് അകത്തുള്ള ഒരു കണ്ടന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് NTA ചോദിക്കുന്നത്, എക്സാമിൽ അത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കണമല്ലോ. അപ്പോഴാണ് നമുക്ക് ആ NTA കണ്ടക്ട് ചെയ്യുമ്പോൾ വന്ന ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് ആക്ച്വലി മനസ്സിലാകുന്നത്. അപ്പൊ നമ്മുടെ അസർഷൻ റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയത് NTA കണ്ടക്ട് ചെയ്തപ്പോഴാണ്. ഓക്കെ, ദെൻ നമുക്ക് രണ്ട് പേപ്പേഴ്സ് ആണുള്ളത്, പേപ്പർ 1ഉം പേപ്പർ 2 ആണ്. പേപ്പർ 1 എല്ലാവർക്കും എന്താണ് സിലബസ് ഒക്കെയാണ്. പേപ്പർ 2 ആണ് നമുക്ക് മാനേജ്മെന്റ് വരുന്നത്. അപ്പൊ പേപ്പർ 1 വന്നിട്ട് എന്തൊക്കെയുണ്ടെന്ന് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കും. നമ്മുടെ റിസർച്ച് മെത്തഡോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും, ഡേറ്റ ഇന്റർപ്രിട്ടേഷനും, കമ്മ്യൂണിക്കേഷൻ, കോംപ്രഹെൻഷൻ, അങ്ങനെ പോകുന്നുണ്ട്. പേപ്പർ 1 എൻവയോൺമെന്റും ഒക്കെ വരുന്നുണ്ട് അവിടെ. ഇനി പേപ്പർ 2 ആണ് നമ്മൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്നത്. നമ്മുടെ IELTS ക്ലാസ്സുകൾ തന്നെ പേപ്പർ 1നെ റിലേറ്റ് ചെയ്ത് ഒത്തിരി ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബ് സെഷൻസ് തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. പേപ്പർ 2 ആണ് നമ്മൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് കിട്ടുന്ന ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3 hours ആണ്. അപ്പൊ പേപ്പർ 1ന്റെ പേപ്പർ കൂടെ ടോട്ടൽ ആയിട്ട് നമുക്ക് ആ ഒരു 3 hours കിട്ടുന്നത്. ഇൻ ബിറ്റ്വീൻ അവിടെ ബ്രേക്ക് ഒന്നും വരുന്നില്ല. അപ്പം പേപ്പർ 1ൽ 1 hour, പേപ്പർ 2ന് 2 hours അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് നമ്മുടെ സിസ്റ്റം നമ്മൾ ഓൺ ആകുന്ന സമയത്ത്, നമ്മുടെ NTA ഒരു എന്താണ് ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിൽ ഓൺ ആകുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ hours ആണ് നമ്മുടെ സിസ്റ്റത്തിൽ കാണുന്നത്. ആ 3 മണിക്കൂർ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യാം. അത് നമ്മുടെ സ്ട്രാറ്റജിയാണ്, നമ്മൾ അങ്ങോട്ട് നോക്കുന്നത് എങ്ങനെയാണ്. ജസ്റ്റ് കുഞ്ഞു ടിപ്സ് ആണ്. നിങ്ങൾക്ക് എന്താണ് കൺവീനിയൻസ് രീതിയിൽ നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യുക. ഇനി ആ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. നമ്മൾ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ആ ഒരു ടൈം കൺസ്ട്രെയിന്റ് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്ത് നോക്കണം. അപ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി അവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇനി ഇൻ ടോട്ടൽ ഈ പറഞ്ഞ 3 മണിക്കൂർ കൊണ്ട് പേപ്പർ 1നും പേപ്പർ 2നും കൂടി നമ്മൾ ആൻസർ ചെയ്യേണ്ടത് 50 ക്വസ്റ്റ്യൻസ് ആണ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 2 marks. അങ്ങനെ ടോട്ടൽ
300 മാർക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പേപ്പർ 1 100 മാർക്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് പേപ്പർ 2 100 ക്വസ്റ്റ്യൻസ് ആൻഡ് ഇറ്റ് ക്യാരീസ് 200 മാർക്സ്. അപ്പൊ പേപ്പർ 1ന്റെയും പേപ്പർ 2ന്റെയും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൻസേഴ്സിന്റെ വെയിറ്റേജ് ഒന്നും വരുന്നില്ല. എല്ലാ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 മാർക്സ് ആണ്. പേപ്പർ 1 പേപ്പർ 2 അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പേപ്പർ 1 പേപ്പർ 2 ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നത്. കാരണം പേപ്പർ 2 നമുക്കറിയാം, നമ്മളൊക്കെ MBA ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് BCom ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരായിരിക്കും. മേ ബി +1 മുതൽ കൊമേഴ്സ് പഠിച്ചിട്ടുള്ളവരും കാണുമായിരിക്കും, അല്ലെങ്കിൽ 10ാം ക്ലാസ് മുന്നേ തന്നെ കൊമേഴ്സ് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളവരും ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മാനേജ്മെന്റിന്റെ കുറെ നമ്മൾ കേട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും, നമുക്ക് ഫെമിലിയർ ആണ് കുറെ കാര്യങ്ങളൊക്കെ. എന്നാൽ ഫണ്ടിൽ കുറച്ച് നമുക്ക് അത്രത്തോളം കണ്ടിട്ടില്ലാത്ത റീസൺ പോലുള്ള നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മൾ നോക്കുന്ന ഏരിയ ആയിരിക്കും. നമ്മൾ പേപ്പർ 2 നമുക്ക് നമ്മൾ ആലോചിക്കുന്ന 200 മാർക്സ് ഉണ്ടല്ലോ, 100 ക്വസ്റ്റ്യൻ അതിൽ നിന്നല്ലേ ചോദിക്കുന്നത്, അതല്ല എന്റെ മെയിൻ പേപ്പർ എന്ന് വെച്ചിട്ട് നമ്മൾ അതിന് മാത്രം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ 2 എങ്ങനെയായിരിക്കും നമ്മൾ അപ്പൊ പേപ്പർ 1 2 നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. ദെൻ നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പൊ NTA വന്നതിന് ശേഷം ഐ തിങ്ക് ഞാൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 2004 ഒരു തവണ ഒരു പെൻ പേപ്പർ എക്സാം വന്നു. ബാക്കിയെല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. അപ്പൊ ഇനിയും നമ്മൾ അത് തന്നെ എക്സ്പെക്ട് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, ദെൻ കാറ്റഗറീസ് വരുന്നത് എങ്ങനെയാണ്? JRF, NET, PSC കാറ്റഗറിയാണ് വരുന്നത്. അപ്പൊ 1% JRF, 5% PSC കട്ട് ഓഫ് എന്ന് വെച്ചാൽ അതൊരു മാർക്ക് വെച്ചിട്ടാണ് അതിന്റെ ഒരു PSC കൊടുക്കുന്നത്. നമുക്കറിയാലോ ഇപ്പൊ PSC കാറ്റഗറി കൂടെ ഇപ്പം NTA ആഡ് ചെയ്തു. എല്ലാ യൂണിവേഴ്സിറ്റീസും സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആയിട്ട് അവർ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, ഇതെല്ലാം കൂടി ഒരു കുടക്കിൽ വരാൻ വേണ്ടിയിട്ട് അതും നെറ്റിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു കാറ്റഗറൈസേഷൻ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്കോറിംഗ് എന്നൊക്കെ അറിയാമായിരിക്കും. ഇതിന്റെ കട്ട് ഓഫ് വരുന്നത് എങ്ങനെയാണ്? അതും നമ്മുടെ കാറ്റഗറി വൈസ് ആണ്. ജനറൽ കാറ്റഗറി, EWS, OBC, ST, PWD അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഈ കട്ട് ഓഫ് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു കട്ട് ഓഫ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതെടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ സ്കോർ എത്രയാണ് അത് ഹെൽപ്പ് ചെയ്യും. കഴിഞ്ഞ തവണ സ്കോറിനെക്കാളും എന്റെ കാറ്റഗറിക്കാളും എക്സ്ട്രാ മനസ്സിലാക്കി അങ്ങനെ 10 മാർക്ക് കൂടെ എക്സ്ട്രാ വേണം സബ്ജക്ട് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. കാരണം ഇപ്പോ ഈ ഒരു PhD കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തതിന് ശേഷം കുട്ടികൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കൂടുതലാണ്, പിന്നെ ഇതിന് വേണ്ടി പ്രിപ്പയർ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കട്ട് ഓഫ് സ്കോർ ഇപ്പൊ ഇങ്ങനെ കൂടി വരുവാണ്. ഓക്കെ, അപ്പൊ ആ കട്ട് ഓഫ് സ്കോർ എപ്പോഴും നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 5 വർഷം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മേ ബി കുറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു കുറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കണ്ട, നമ്മൾ എപ്പോഴും കട്ട് ഓഫ് കൂടും എന്ന് മൈൻഡിൽ വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു NTA സിലബസ് വരുന്നത് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഈ ഒരു നമ്മുടെ മാനേജ്മെന്റ് എന്തൊക്കെയാണ് കാര്യങ്ങൾ അതിനകത്ത് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു സിലബസ് ഓവർവ്യൂ ആണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് എക്സാമില്ലേ, ആ ഒരു ജൂൺ സൈക്കിൾ എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്, ഓരോ ഏരിയയിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുന്നത്. നമുക്ക് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റഡ് ഇൻഫർമേഷൻ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അത് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഈ ഒരു സിലബസ് എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി NTA ഇത് അവൈലബിൾ ആണ്. 1ന്റെ പേപ്പർ 2ന്റെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മുടെ കോഡ് 17 ആണ്, മാനേജ്മെന്റിന്റെ കോഡ് നമ്പർ 17 ആണ് സിലബസ് വേണം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട്. അപ്പൊ യൂണിറ്റ് ആക്ച്വലി നമുക്ക് NTA ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഓരോ യൂണിറ്റിനകത്തും സബ് യൂണിറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സബ് ക്യാറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മാനേജ്മെന്റ്, അതിന്റെ കമ്മ്യൂണിക്കേഷൻ, ഡിസിഷൻ മേക്കിംഗ്, ഓർഗനൈസേഷൻ, സ്ട്രക്ചർ ഡിസൈൻ, അതുപോലെയുള്ള കാര്യങ്ങൾ കംസ് അണ്ടർ ദ ടോപ്പിക് മാനേജ്മെന്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോഴത്തേക്ക് എക്കണോമിക്സ് ആണ് വരുന്നത്. മാനേജറിയൽ എക്കണോമിക്സ്, ഡിമാൻഡ് അനാലിസിസ്, മാർക്കറ്റ് സ്ട്രക്ചർ, നാഷണൽ ഇൻകം, ഇൻഫ്ലേഷൻ വരെയുള്ള കാര്യങ്ങൾ എക്കണോമിക്സിന്റെ പാർട്ടാണ്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സിലോട്ടാണ് പോകുന്നത്. ദെൻ വരുന്നത് CSR അതുപോലെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കഴിഞ്ഞ എക്സാമിന് ആക്ച്വലി ഈ ഒരു ഏരിയയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ക്രോസ് ഇലാസ്റ്റിസിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഇൻഡിഫറൻസ് കർവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മാർക്കറ്റ് സ്ട്രക്ചർ, ദെൻ റാഷണൽ ഡിസിഷൻ മേക്കിംഗ്, കോർപ്പറേറ്റ് ഗവൺമെന്റ് അങ്ങനെയുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ റിലേറ്റ് ചെയ്തിട്ട് മാനേജ്മെന്റ്
ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 1 കിട്ടിയ റെസ്പോൺസ് അനുസരിച്ച് ഇത്രയും ഒക്കെ കാര്യങ്ങളാണ് പേപ്പർ 1 നിന്ന് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പൊ നടന്ന എക്സാം എന്ന് പറയുന്നത് മുന്നേ NTA കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാമിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞില്ലേ, നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് 1-2 ടൈപ്പ് ക്വസ്റ്റ്യൻസും അസേഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആക്ച്വലി നമ്മൾ കുറച്ച് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നമുക്ക് ആ ഒരു അസേഷനും റീസണും അറിയാമെങ്കിലും അത് കറക്റ്റ് ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാമെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് കറക്റ്റ് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റുന്നത്. പക്ഷെ ഇത്തവണ ക്വസ്റ്റ്യനിൽ കണ്ടൊരു പാറ്റേൺ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പോലും ഇല്ലായിരുന്നു. പകരം നമുക്ക് കിട്ടിയത് കൂടുതലും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇല്ലേ, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നമ്മൾ അത്യാവശ്യം സിലബസ് നല്ലവണ്ണം കവർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാനും പറ്റുമായിരുന്നു. അപ്പൊ ആ ഒരു മാച്ച് ദ ആ ഒരു റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ നമ്പർ ഇത്തവണ കുറച്ച് കൂടുതലായിരുന്നു. അപ്പൊ യൂണിറ്റ് 1 നിന്ന് ഇത്രയും കവർ ചെയ്ത ടോപ്പിക്സ് ഏകദേശം ഇത്രയൊക്കെയാണ്. നമ്മുടെ യൂണിറ്റ് 2 വരുമ്പോഴത്തേക്ക് ഇവിടെ വരുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയറും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഇതിനകത്ത് കൂടുതലും വരുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ തന്നെയാണ്. ഇവിടെ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസും ഒക്കെ വരുന്നുണ്ട്, തിയറീസും ഒക്കെ. ഒരു വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, ലേണിംഗ്, മോട്ടിവേഷനിൽ നിന്ന് ഇത്തവണ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ വരുന്നത് ഇന്റർപേഴ്സണൽ ബിഹേവിയർ, ട്രാൻസാക്ഷൻ അനാലിസിസ് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓർഗനൈസേഷണൽ കൾച്ചറൽ ക്ലൈമറ്റ്, വർക്ക് ഫോഴ്സ് ഡൈവേഴ്സിറ്റി, ക്രോസ് കൾച്ചർ ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഇമോഷൻസ് ആൻഡ് സ്ട്രെസ് മാനേജ്മെന്റ്, ഓർഗനൈസേഷണൽ ജസ്റ്റിസ് ആൻഡ് വിസിൽ ബ്ലോയിങ്. ആ ഏരിയയിലൊന്നും ടച്ച് ചെയ്തതായിട്ട് കണ്ടില്ല. ഓർഗനൈസേഷണൽ സ്ട്രക്ചറിന് റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ഐ തിങ്ക് സ്പാൻ ഓഫ് കൺട്രോളും ആ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറും റിലേറ്റ് ചെയ്തിട്ട് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ വന്നത്. ദെൻ പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത് ഏതായിരുന്നു, ഗ്രൂപ്പ്സ് ഇവിടെ അല്ലേ വരുന്നത്. യെസ്, ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് ബിഹേവിയർ, ഗ്രൂപ്പിനെ റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 1 2 എന്നറിയില്ല, ക്വസ്റ്റ്യൻ എനിവേ ഉണ്ടായിരുന്നു. നമ്മുടെ റെസ്പോൺസ് ഷീറ്റ് ഒക്കെ വന്നിട്ട് നമുക്കത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്, പെർസ്പെക്ടീവ്, ഇൻഫ്ലുവൻസ്, ദെൻ അതിന്റെ റിലേറ്റ് വരുന്ന ട്രെൻഡ്സ്, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, ഇൻഡക്ഷൻ, ട്രെയിനിങ്, ജോബ് അനാലിസിസ്. ഈ ജോബ് അനാലിസിസ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ഒക്കെ NTA ഫേവറേറ്റ് ടോപ്പിക്സ് ആണ്. മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ളതാണ്. ദെൻ യൂണിറ്റ് 3 വന്നിട്ട് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഇതിനകത്ത് സ്ട്രാറ്റജിക് റോൾ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, കോമ്പിറ്റൻസി മാപ്പിംഗ്, ബാലൻസ്ഡ് സ്കോർ കാർഡിൽ നിന്ന് ഇത്തവണ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. Then career planning and development, performance management and appraisal, organizational development, change, audit interventions, talent management, skill development, employee engagement, work-life balance. അപ്പൊ ഇതിൽ നിന്ന് ഈ ഒരു എംപ്ലോയി എൻഗേജ്മെന്റ്, ലീഡർഷിപ്പ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടായിരുന്നു ലാസ്റ്റത്തെ ഒരു റീഡിംഗ് കോമ്പറ്റൻഷൻ ക്വസ്റ്റ്യൻ വരുന്നത്. അത് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അത് വന്നിട്ട് എംപ്ലോയി എൻഗേജ്മെന്റും എംപ്ലോയി മാറ്ററിംഗ് ആയിരുന്നു ആക്ച്വലി അതിന്റെ മെയിൻ കണ്ടന്റ്. ഇതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, മെസ്സേജ് ആയിരുന്നു. ദെൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ഡിസ്പ്യൂട്ട് ഗ്രീവൻസ് മാനേജ്, ഡിസ്പ്യൂട്ടിനെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ലേബർ വെൽഫെയർ, സോഷ്യൽ സെക്യൂരിറ്റി, ട്രേഡ് യൂണിയൻ ആൻഡ് കളക്റ്റീവ് ബാർഗൈനിങ്, ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നിന്ന് ഇത്തവണ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. HR ചലഞ്ച് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്, ഗ്രീൻ HR, ഇത്രയാണ് അതിനകത്ത് വരുന്നത്. ദെൻ യൂണിറ്റ് 4 വരുമ്പോഴത്തേക്ക് ഇവിടെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ആ 2 ഏരിയ ആണ് ഇവിടെ വരുന്നത്. ഇതിൽ നിന്ന് ആക്ച്വലി NTA ന്യൂമറിക്കൽസ് കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇതും അതേപോലെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് പറഞ്ഞില്ല, അവർ എക്കണോമിക്സിൽ നിന്നും അവർ ഇലാസ്റ്റിസിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽസ് ചോദിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനത്തെ ന്യൂമറിക്കൽസ് അധികം ചോദിച്ച് കണ്ടില്ല. ഇതിന് മുമ്പത്തെ സൈക്കിൾസ് ഈ റേഷ്യോ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, PV റേഷ്യോ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കണ്ടില്ല. ഇതിൽ നിന്ന് നോക്കാം നമുക്ക്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്, ഈ ഡുപോണ്ട് അനാലിസിസ് ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ്സ്, മാർജിനൽ കോസ്റ്റിംഗ്, ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ നിന്നൊക്കെ കോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ദെൻ ഫൈനാൻഷ്യൽ ഷോർട്ട് ടൈം ഫൈനാൻസിനെ റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ വന്നിട്ട് ഇവിടെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നമ്മൾ തിരിച്ചൊക്കെ പഠിക്കുന്നത് ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്നാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ വന്നിട്ട് ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ ലിവറേജ് ക്വസ്റ്റ്യൻ ഉള്ളതായിട്ട് ഓർക്കുന്നു. നമ്മുടെ യൂണിറ്റ് 5 പോകുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് വാല്യൂ ആൻഡ് റിട്ടേൺസ്, മണി, വാല്യൂഷൻ ഓഫ് ബോർഡ്, റിസ്ക് ആൻഡ് റിട്ടേൺസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, nature of investments, corporate restructuring, mergers, acquisition, value creation, portfolio management. ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്ന ഏരിയാസ് ആട്ടോ. ഡെറിവേറ്റീവ്സ്, ഓപ്ഷൻസ്, ഓപ്ഷൻ പേ ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് ഇത്തവണ കണ്ട ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഈ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ പറഞ്ഞില്ല, പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിന്റെ തിയറീസ് റിലേറ്റ് ചെയ്തിട്ട് മോഡിഗ്ലാനി മില്ലർ തിയറിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. ദെൻ പിന്നെ ഏതായിരുന്നു,
പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് തിയറീസ് പഠിക്കുന്നുണ്ട്, NPV, IRR, ARR ഒക്കെ. അതിനെ റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു, എന്റെ മെമ്മറി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ NPVയും IRR കൂടെ കമ്പയർ ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമ്പയർ ചെയ്താണോ റിലേറ്റ് ചെയ്തിട്ടുണ്ടോ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു പോർഷനിൽ നിന്നും ഉണ്ടായിരുന്നു. ദെൻ യൂണിറ്റ് 6 വന്നിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, മാർക്കറ്റിംഗും കൂടെ ചേർന്ന് വരുന്ന ഒരു എന്താണ് ഒരു യൂണിറ്റ് ആണ്. ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്ന ഒരു ഏരിയ കേട്ടോ യൂണിറ്റ് 6ൽ നിന്ന്. അപ്പൊ ഇത്തവണ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ആ ഒരു 4 P's ഓഫ് മാർക്കറ്റിംഗിനകത്ത് വരാത്തത് ഏതാണ്, അങ്ങനെയാണെന്ന് തോന്നുന്നു ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പ്രൈസിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ ഒരു RBV അനാലിസിസ് ഒക്കെ പഠിക്കുന്നുണ്ട്, റിസോഴ്സ് ബേസ്ഡ് റിവ്യൂ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ പിന്നെ എന്തായിരുന്നു, പിന്നെ നമുക്ക് വരുന്നത് സെഗ്മെന്റേഷൻ അല്ലേ. യെസ്, സെഗ്മെന്റേഷൻ എന്ന ക്വസ്റ്റ്യൻസ് കണ്ടില്ല. ആ ഒരു STP പ്രോസസ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇത്തവണ ക്വസ്റ്റ്യനിൽ ചോദിച്ചു കാണുന്നത്. DMS ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. യൂണിറ്റ് 7 മാർക്കറ്റിംഗും കൂടെ ചേർന്ന് വരുന്ന ഒരു ഏരിയയാണ്. മാർക്കറ്റിംഗ് ഇൻ ദ സെൻസ് ആ ലാസ്റ്റ് ഏരിയക്കകത്ത് ആ ഒരു റീറ്റെയിൽ മാർക്കറ്റിംഗ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് തന്നെയാണ്, സർവീസ് മാർക്കറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ. ദെൻ ലോജിസ്റ്റിക്സ് വരുന്നുണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കുറച്ച് ഏരിയാസ് വരുന്നുണ്ട്, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്. അപ്പൊ കുറച്ചധികം കാര്യങ്ങൾ ഇങ്ങനെ ചേർന്ന് വരുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ബിഹേവിയർ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സർവീസ് മാർക്കറ്റിംഗ്, കസ്റ്റമർ റിലേഷൻഷിപ്പ്, റീറ്റെയിൽ മാർക്കറ്റിംഗ്, ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ്, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്, എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടെ ഇതിന്റെ എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ ചേർന്ന് വരുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 7. ഇതിൽ നിന്ന് ഇത്തവണ മാർക്കറ്റിംഗ് മിക്സിന് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ബ്രാൻഡ് ഇക്വിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ബ്രാൻഡ് ഒത്തന്റിസിറ്റി, അത് നമ്മൾ ആ ബ്രാൻഡ് മാനേജ്മെന്റിനകത്ത് പഠിക്കുന്ന ഒരു വേർഡാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. യൂണിറ്റ് 8 വന്നിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ മാനേജ്മെന്റ്, കുറച്ച് ഇതും എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡീറ്റെയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ചോദിച്ച് കാണുന്ന ഒരു ഏരിയ ആണ്. ഇതിൽ ആ ഒരു കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് കണ്ടില്ല, അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ പേപ്പർ 1ലും പഠിക്കുന്നതാണ്. കുറച്ച് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ മാനേജ്മെന്റ് ഫുൾ നമ്മൾ പേപ്പർ 1 കവർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് റിസർച്ച് മെത്തഡോളജിക്കകത്ത്. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ എന്താ ഒരു ആർ ചാർട്ട്, സി ചാർട്ട് ഇല്ലേ, ആ ഒരു ചാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ നമ്മൾ പറഞ്ഞു അത്രയും. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് ഈ യൂണിറ്റ് 8ൽ നിന്ന് ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻസ്. ദെൻ യൂണിറ്റ് 9 വരുമ്പോഴേക്കും നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ് വരുന്നുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നുണ്ട്. അഗെയിൻ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഈ ഒരു ഇന്റർനാഷണൽ ബിസിനസിന്റെ ട്രേഡ് തിയറീസിൽ നിന്നൊക്കെ എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഇത്തവണ ക്വസ്റ്റ്യൻ വന്നത് ഒരു OLAP എന്നൊരു കൺസെപ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, FDI ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഇന്റർനാഷണൽ ട്രേഡിൽ നിന്ന് ഇത്തവണയും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ബാലൻസ് ഓഫ് പേയ്മെന്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡേറ്റ മൈനിങ് വന്നിട്ട് ഒരു ഇൻഫർമേഷൻ ടെക്നോളജി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡേറ്റ മാർട്ട് അതുപോലുള്ള ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ യൂണിറ്റ് 10 വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ആണ്. ഫുൾ അത് തന്നെയാണ് കവർ ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഏതൊക്കെയാണ് താഴെ പറയുന്നതിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഡയറക്റ്റ് ഫിനാൻസിങ് ചെയ്യാത്തത്, ആ ഒരു ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇവർ എഴുതുന്നത്. ദെൻ വുമൺ ഓണ്ടർപ്രണേഴ്സിനെ പറ്റിയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, പിന്നെ ടൈപ്പ് ഓഫ് സ്റ്റാർട്ടപ്പ് ഫേംസ് റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ദെൻ ഐ തിങ്ക് ഐഡിയ ജനറേഷൻ റിലേറ്റ് ചെയ്ത് അതിന്റെ സ്റ്റെപ്സ് അറേഞ്ച് ചെയ്യാനായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു മാർക്കറ്റിംഗ് നമ്മൾ പറഞ്ഞില്ല, അതിൽ എല്ലാ തവണ ഓൾമോസ്റ്റ് എല്ലാ സൈക്കിൾസിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് അവർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എങ്ങനെയാണെന്നുള്ളത്. ഇത്തവണയും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് നമുക്ക് 2 ട്രെയിനിങ് കോംപ്രഹെൻഷൻ, പാസേജ് 1ഉം പാസേജ് 2 ആണ് ഉണ്ടായിരുന്നത്. പാസേജ് 1 നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ലീഡർഷിപ്പും എംപ്ലോയിന്റെ മോട്ടിവേഷനും എൻഗേജ്മെന്റും ഒക്കെ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരെണ്ണമായിരുന്നു പാസേജ് 1 വന്നിട്ട്. പാസേജ് 2 ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് ഒരു ജനറൽ പാസേജ് ആണെന്ന് നമുക്ക് പറയാം, പക്ഷെ അത് കംസ് അണ്ടർ ദ ടോപ്പിക് ഇന്റർനാഷണൽ ട്രേഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് പാസേജ് വന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സിലബസ് ഓവറിംഗ്. അപ്പൊ ഈ ഒരു സിലബസ് ഉറപ്പായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് സിലബസ് വേണം. അപ്പൊ ഇത്രയാണ് ഇത്തവണ നമ്മുടെ ചോദിച്ച് കണ്ട ക്വസ്റ്റ്യൻസ്, ഈ ഒരു സിലബസ് ഓവർവ്യൂ നോക്കുന്നത്. ഓക്കെ, ബാക്ക് ടു അവർ PPT.
ഇനി എങ്ങനെ നമുക്ക് 6 മാസം കൊണ്ട് ഇത്രയും സിലബസ് കവർ ചെയ്യാം, എങ്ങനെ നമുക്ക് UGC നെറ്റ് എക്സാം ഡിസംബർ സൈക്കിളിൽ ട്രാക്ക് ചെയ്യാമെന്ന് നോക്കാം. അത് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു സിലബസ് കണ്ടപ്പോൾ നിങ്ങൾ ചിലർക്ക് തോന്നിയിട്ടായിരിക്കും എന്താ ഭയങ്കര പാടാണ്, ഓരോ യൂണിറ്റിനകത്ത് ഇത്രയും പോർഷൻസ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ബ്രേക്ക് ഡൗൺ ഡിഫിക്കൽട്ടി യൂണിറ്റ്സ്. ഡിഫിക്കൽട്ടി യൂണിറ്റ്സ് അല്ല, എല്ലാ യൂണിറ്റ്സിനും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. എസ്പെഷ്യലി ഡിഫിക്കൽട്ട് യൂണിറ്റ്സ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ അത് അങ്ങനെ കൊടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിൽ പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളതായിരിക്കും അല്ലെ. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ കാണും, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ കാണും, ബിടെക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ ഒക്കെ കാണും. അപ്പം ഓരോരുത്തർക്കും എളുപ്പമുള്ള ഏരിയ ഡിഫറെന്റ് ആയിരിക്കും. ഓരോരുത്തരുടെയും സ്ട്രെങ്ത് ഏരിയ, അവരുടെ വീക്ക് ഏരിയ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, വീക്ക് ഏരിയ ഏതാണെന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു സിലബസ് മനസ്സിലാവും, നിങ്ങൾ ഒറ്റയ്ക്ക് നോക്കുക. അതിൽ നിന്ന് ചില ഏരിയ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷം, എനിക്ക് അറിയാലോ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണല്ലോ എന്ന് തോന്നും. അത് നമ്മുടെ ഒരു സ്ട്രോങ് ഏരിയ ആയിരിക്കാം. നമ്മൾ പഠിച്ച് മറന്നുപോയ കാര്യങ്ങളായിരിക്കും. ഒന്നുകൂടെ നമ്മളൊന്ന് വായിക്കുവാണെന്നുണ്ടെങ്കിൽ, അതിൽ കൂടെ ഒന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ, മെമ്മറി ബ്രഷ് അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസിലി നമുക്കത് റീഫ്ലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ചില ഏരിയാസ് ചിലർക്ക് വായിക്കുമ്പോഴത്തേക്കും ഒന്നും അറിയില്ല, ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിക്കുമെന്ന് തോന്നുമായിരിക്കും. അത് നമ്മുടെ വീക്ക് ഏരിയ ആണ്. നമുക്കത് വിടാനായിട്ട് പറ്റുമോ, പറ്റത്തില്ല അല്ലെ. UGC നെറ്റ് എക്സാമിൽ നമ്മൾ ഈ പറഞ്ഞ സിലബസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നും വിടാനായിട്ട് പറ്റില്ല. അപ്പൊ ആ ഏരിയാസ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സമയം കൂടുതൽ കൊടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് പഠിക്കാം. ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് യൂണിറ്റ് 1 ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് യൂണിറ്റ് 2, then 3, 4 അങ്ങനെ ആ ഒരു ഓർഡറിൽ വരണം എന്നുണ്ടോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ എളുപ്പമുള്ള ഏരിയ പറഞ്ഞില്ലേ, ആ എളുപ്പമുള്ള ഏരിയാസിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതിയായിട്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് കവർ ചെയ്ത് വെക്കാം. ഇതുകൊണ്ടുള്ള വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ഇത്രത്തോളം കവർ ചെയ്തു ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. അപ്പൊ നമ്മളൊരു ഹൈലൈറ്ററിന്റെ കയ്യിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പെന്നോട് ടിക്ക് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ തോന്നുന്നത്, ഞാൻ ഒരു യൂണിറ്റ് കവർ ചെയ്ത് കഴിഞ്ഞു, ഇനി നമ്മുടെ കയ്യിൽ 9 യൂണിറ്റേ ഉള്ളൂ. അപ്പൊ അത് ഈസിലി കവർ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ നമുക്ക് വരും. അത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്നതാണ്. പ്രിപ്പയർ ഷോർട്ട് നോട്ട്സ് ആൻഡ് ഫോർമുലാസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് പല സോഴ്സിൽ നിന്നും ഒത്തിരി നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിനെ കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ആയിട്ട് മാറ്റിവെക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സ്ട്രോങ് ഏരിയയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് നോട്ട് മതിയായിരിക്കും. അതിന് ഫുൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഫുൾ കുറേ സമയം എടുത്ത് അതിന് ഫുൾ നോട്ട് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലായിരിക്കും. അപ്പൊ അത് നിങ്ങളുടെ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ട് മാറ്റി വെക്കുക. അതായത് നമുക്ക് വലിയൊരു ബുക്സിനകത്ത് ഫുൾ നോട്ട് പഠിക്കുന്നതിനേക്കാളും നമുക്ക് എപ്പോഴും ഇഷ്ടം ഒരു പീസ് ഓഫ് പേപ്പറിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനല്ലേ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ്, എനിക്ക് ഏറ്റവും അറിയാത്ത പോയിന്റ്സ് ഏതൊക്കെയാണ്, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ ഫോർമുലാസ്, കുറെ ഫോർമുലാസ് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ മകപ്പ് ചെയ്യാൻ നിന്നാൽ പറ്റത്തില്ല. എസ്പെഷ്യലി ഈ ഒരു നെറ്റ് എക്സാമിന് വേണ്ടി നമ്മൾ സാധാരണ ഒരു യൂണിവേഴ്സിറ്റി എക്സാം അപ്പിയർ ചെയ്യുന്നതിനെ പോലെയല്ല ഈ NTA എക്സാം വരുന്നത്. അപ്പൊ അത് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചാൽ എത്രത്തോളം അവിടെ പോയി ഓർമ്മ വരും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കഴിഞ്ഞ ഫോർമുലാസ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഞ്ഞ് നിങ്ങൾക്ക് എളുപ്പമായി. ദെൻ കൺസെപ്റ്റൽ ക്ലാരിറ്റി ആൻഡ് അപ്ലിക്കേഷൻ, വെരി ഇമ്പോർട്ടന്റ് ടോപ്പ് ഏരിയ അല്ലെങ്കിൽ പോയിന്റ് ആണ്. അത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു കാര്യം നമ്മൾ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് നമ്മൾ എടുക്കുന്നു. നമ്മൾ ഫുൾ പഠിക്കുവാണ്, നമ്മൾ ഫുൾ ടൈം ഇരുന്ന് പഠിച്ചു. ആ യൂണിറ്റിൽ ഒരു തിയറീസ്, ഇന്റർനാഷണൽ ട്രേഡ് തിയറീസിൽ ഞാനൊരു കാണുന്നു നമുക്ക് സ്വയം തോന്നും. അപ്പൊ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 15 out of 15 ഉറപ്പായിട്ട് മേടിച്ചിരിക്കും. പക്ഷേ ഇതെങ്ങനെയാണ് NTA ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ UGC എക്സാം ആണെന്നുണ്ടെങ്കിൽ മേ ബി ആ ഒരു ഏരിയയിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ ഒരു കാര്യം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് കൺസെപ്റ്റ് ക്ലാരിറ്റി. നമ്മൾ പഠിക്കേണ്ട ആവശ്യവുമില്ല. നമ്മളെ ജസ്റ്റ് പിക്ക് ചെയ്തെടുത്താൽ മതി. ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. ആ രീതിയിൽ നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് MCQസും PYQസും ചെയ്ത് പഠിക്കുക. അങ്ങനെ മാത്രമേ നമുക്കിത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ലെവലിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ വേറെ ഒരു വഴിയില്ല. എത്രത്തോളം തിയറി പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. നമ്മളൊരു ബുക്ക് ഫുൾ പഠിച്ചാലും ഒന്നും ചെയ്യില്ല. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ സമയം വേസ്റ്റ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഒരു പ്രാക്ടീസ് വഴി ശീലിക്കുക. നിങ്ങൾ തിയറി പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ യൂണിറ്റ് 1 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. യൂണിറ്റ് 1ന്റെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. യൂണിറ്റ് 1 റിലേറ്റ് ചെയ്ത് എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടോ അതെല്ലാം നിങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഓരോ ഏരിയ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്. അതിൽ ഇനി നമ്മൾ ഈ ഒരു MCQs ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മിസ്റ്റേക്ക് ആണ്, നമ്മൾ ജസ്റ്റ് ചെയ്യുന്നു,
ചിലർ എന്ത് ചെയ്യും, അറ്റ്ലീസ്റ്റ് എത്ര സ്കോർ എന്നെങ്കിലും അനലൈസ് ചെയ്യും, ചിലർ അതുപോലും ചെയ്യത്തില്ല. നമ്മൾ ചെയ്ത് പോവാണ്. അതല്ല നമ്മൾ ചെയ്യാനുള്ളത്. നമ്മൾ സ്കോർ കറക്റ്റ് അനലൈസിസ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ 4 ഓപ്ഷൻസിൽ ഒരു ആൻസർ ആയിരിക്കുമല്ലോ കറക്റ്റ്, ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്, ബാക്കി 3 ഓപ്ഷൻ എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്നും കൂടെ അനലൈസ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പൊ നമ്മുടെ I+ന്റെ ക്ലാസ്സുകളിലെല്ലാം അങ്ങനെ ഒരു അനാലിസിസ് കൊടുത്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അല്ലാതെ വെറുതെ കറക്റ്റ് ആൻസർ മാത്രം കാണിച്ചല്ല പോകുന്നത്. എന്തുകൊണ്ട് ആ 4 ആൻസറിൽ ഒരെണ്ണം കറക്റ്റ് ആയി, മറ്റു 3 എന്തുകൊണ്ട് വന്നില്ല, ഇനി 2 ആൻസേഴ്സ് മേ ബി ഒരു ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടിനെ ആയിരിക്കും ഇരിക്കുന്നത്, ട്വിൻസിനെ പോലെയൊക്കെ ഇരിക്കും. അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആൻസറിലോട്ട് എത്താം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് ഇതിനിടയിൽ കൂടി. ദെൻ ഫോക്കസ് ഓൺ വാട്ട് യു നോ, നോട്ട് വാട്ട് യു ഡോണ്ട്. ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് NCAന്റെ കട്ട് ഓഫ് വന്നിട്ട് ഒരിക്കലും പ്രീ ഡിറ്റർമൈൻഡ് അല്ല. ഔട്ട് ഓഫ് 50 ഒരു നമുക്ക് A+A അങ്ങനെ നമ്മൾ ജയിക്കും. ഇത് ഒരു റിലേറ്റീവ് ഗ്രേഡിംഗ് അല്ല, അല്ലെങ്കിൽ റിലേറ്റീവ് റാങ്കിങ് ഉള്ള ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ നമ്മുടെ കട്ട് ഓഫ് എത്രയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുള്ളത്, അത് നമ്മൾ ഇതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ കട്ട് ഓഫ് സ്കോർ എത്രയാണോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുക. നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് 6 മാസം അല്ലെ. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും ആണത്, നമ്മുടെ ഈ ഒരു 10 യൂണിറ്റ്സിലെ 10 യൂണിറ്റിലെ ഫുൾ കാര്യങ്ങളും പഠിക്കുക എന്നുള്ളത് മേ ബി ഒരു ആവറേജ് സ്റ്റുഡന്റിനെ പറ്റുന്ന ഒരു കാര്യമാണ് എന്നില്ല. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വൺ. നിങ്ങൾ JRF പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുക. JRF ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ പ്രിപ്പയർ ചെയ്തിട്ട് ഫുൾ യൂണിറ്റ് നല്ലപോലെ പഠിച്ചിട്ട് തന്നെ പോവുക. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു നെറ്റിന്റെ സ്കോർ ആണെന്നുണ്ടെങ്കിൽ PhD സ്കോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സ്ട്രോങ് ഏരിയാസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ എക്സ്പെർട്ട് ആകുക. നമ്മൾ ഫുൾ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നതിനേക്കാളും നമ്മുടെ സ്ട്രോങ് ഏരിയ ഏതാണോ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ എക്സ്പെർട്ട് ആകുക. അതിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ തെറ്റുന്നില്ല എന്ന് നമ്മൾ ഉറപ്പാക്കുക. അതാണ് ബെസ്റ്റ് വേ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു 6 മാസം എന്നുള്ളത് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. പോയി അങ്ങനെയുള്ളവർക്ക് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഈ ഒരു ഓൺലൈൻ. അതിന്റെ കൂടെ അത് ഓൾമോസ്റ്റ് ഒരുപോലെ വരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരുമിച്ച് പറയാം. ഇതുപോലുള്ള സോറി ഫോർ ദി ഇന്ററപ്ഷൻ. ഈ ഒരു ഓൺലൈൻ ഫ്രീ വീഡിയോസ് ആൻഡ് നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെ ഫ്രീ വീഡിയോസും നോട്ട്സും ഒക്കെ എടുക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന് ഒരിക്കൽ കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. ഇങ്ങനെ കിട്ടുന്ന നോട്ട്സ്, എസ്പെഷ്യലി പേപ്പർ 1ന്റെ നോട്ട്സ് ഒക്കെ എത്രത്തോളം അപ്ഡേറ്റ് അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം റിലേറ്റബിൾ ആണ്. ഇങ്ങനെ നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നതിൽ കാര്യമില്ല. നമ്മൾ കറക്റ്റ് കാര്യങ്ങളല്ലേ പഠിക്കാനുള്ളത്. അപ്പൊ അങ്ങനെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സോഴ്സസിൽ നിന്ന് കിട്ടുന്ന വീഡിയോസും നോട്ട്സും മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ നമുക്ക് കോച്ചിങ് എടുക്കാം. ഒരു ഫിക്സഡ് എമൗണ്ട് പേ ചെയ്തിട്ട് 6 മന്തിലോട്ടുള്ള ഒരു കോച്ചിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പൊ എസ്പെഷ്യലി I+ലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്, മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു കോച്ചിങ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയമില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കോച്ചിങ് ആണ്. ഇത് മോക്ക് ടെസ്റ്റ് ആൻഡ് PYQ. NDAന്റെ വെബ്സൈറ്റിൽ തന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റും PYQ ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ
ഹ്യൂമൻ പെരിറ്റസ് എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് പാസ്റ്റ് ഇയേഴ്സിലെ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആൻസേഴ്സ് അതിൽ പക്ഷെ ഒരു പ്രശ്നം, ആൻസർ കീ മാത്രമേ ഉള്ളൂ, എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല. അത് നമ്മൾ സ്വയം എക്സ്പ്ലനേഷൻ കണ്ടെത്തി പഠിച്ചു പോവുക. ഇങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകളും മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, എല്ലാം സോൾവ് ചെയ്ത് നോക്കുക. അത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ഈ ഒരു എത്രത്തോളം പഠിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ്നെസ് നമുക്ക് അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അതിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടുന്നത് ഈ പറയുന്ന മോക്ക് ടെസ്റ്റും PYQs ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാകും. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്? നമുക്ക് 6 മാസം അല്ലേ മുന്നിലുള്ളത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രിപ്പയർ എ ടൈം ടേബിൾ. നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ഈ ഒരു ടൈം ടേബിൾ ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് വേറൊരാൾ പ്രിപ്പയർ ചെയ്ത് തന്നാൽ ഒരിക്കലും സെറ്റ് ആവുകയില്ല. നമ്മുടെ അവൈലബിലിറ്റി, നമുക്ക് എപ്പോഴാണ് പഠിക്കാൻ സമയമുള്ളത്, നമ്മുടെ കപ്പാസിറ്റി എത്രത്തോളമാണ്, നമ്മുടെ IQ എത്രത്തോളമാണ്, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിന്റെ ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. അതിൽ ബെസ്റ്റ് ആയിട്ട് ഞങ്ങൾ പറയുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വീക്ക്ലി ടാർഗറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളിപ്പം മേ ബി നമുക്കറിയാലോ, ഏകദേശം എല്ലാവരും PG ആ ഒരു ലെവലിലുള്ള ആൾക്കാരായിരിക്കും. എക്സാംസ് ഒക്കെ വേറെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ നിങ്ങൾ കൂടെ എഴുതുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പ്രോജക്റ്റ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന്റെ തിരക്ക്, ഹൗസ് വൈഫ്സ് ആണെങ്കിൽ അതിന്റെ തിരക്ക്, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഡെയിലി ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ ഡെയിലി ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് അതിനെ പറ്റിയിട്ട് നമ്മളിങ്ങനെ എന്താണ് ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ വീക്ക്ലി ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള ടാർഗറ്റാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ തിരക്കായി പോയി എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മൾ അതും കൂടെ ചേർത്ത് പഠിച്ചാൽ മതിയായിരിക്കും. അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. ദെൻ 3 to 4 hours per ഡെയിലി ഡേ ഐഡിയലി നിങ്ങൾ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് 3 മുതൽ 4 മണിക്കൂറെങ്കിലും നെറ്റിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും അത്രയും സമയം മാക്സിമം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതിനെ നിങ്ങൾ എഗെയിൻ ഡിവൈഡ് ചെയ്യുക. പഠിക്കാൻ എത്ര സമയം, പഠിച്ച കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം, റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം. ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ ആ റിവിഷനും ഈ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ MCQസിനും ഒക്കെ നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ ഓൾട്ടർനേറ്റ് ബിറ്റ്വീൻ പേപ്പർ 1 ആൻഡ് പേപ്പർ 2. അത് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് പേപ്പർ 1നും പേപ്പർ 2നും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് രണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട്, രണ്ടിലും നമുക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം. ദെൻ ഇൻക്ലൂഡ് മോക്ക് ടെസ്റ്റ് ആൻഡ് PYQ, വീക്ക്ലി റിവിഷൻ സെഷൻസ്. റിവിഷൻ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്കറിയാലോ. പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു റിവിഷനും മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ PYQനും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളുടെ ടൈം ടേബിളിൽ അതിനെയും ഒരു ഭാഗമാക്കി തന്നെ കൊണ്ടുപോവുക. ടൈം മാനേജ്മെന്റ് സ്ട്രാറ്റജി നമ്മൾ 6 മാസമേ ഉള്ളൂ നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മൾ അങ്ങനെ ഉള്ളൂ എങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്? പോസിറ്റീവായിട്ട് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മുന്നിൽ നീണ്ട 6 മാസങ്ങളെങ്കിലും കിടപ്പുണ്ട്. അതിനുള്ളിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? അത് 2 രീതിയിലാണ് ഈ ഒരു ടൈം മാനേജ്മെന്റ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. ഡ്യൂറിംഗ് പ്രിപ്പറേഷനും ഡ്യൂറിംഗ് ദ ആക്ച്വൽ എക്സാം. ഡ്യൂറിംഗ് പ്രിപ്പറേഷനിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീക്ക്ലി ടാർഗറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീക്ക്ലി ടാർഗറ്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അവൈലബിലിറ്റിയും കൂടെ നമ്മൾ നോക്കുക. ഓക്കെ, നമ്മുടെ സ്മാർട്ട് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഇല്ലേ, അത് നമുക്ക് അച്ചീവബിൾ ആയിരിക്കും മാത്രമേ നമ്മൾ ആ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ 2 ആഴ്ച പോയി, 3 ആഴ്ച പോയി, 4ാമത്തെ ആഴ്ചയിൽ നോക്കുമ്പോൾ ഇതുവരെ ഒന്നും പഠിച്ചില്ല, ഇനി അടുത്ത മാസം തുടങ്ങാം, അങ്ങനെ ഒരു മെന്റാലിറ്റിയോട്ട് നമ്മൾ പോകും. അങ്ങനെ ആകരുത്. നമുക്ക് പറ്റുന്നത് നമ്മൾ ആദ്യം നോക്കുക. ആ രീതിയിൽ വേണം നമ്മൾ പഠിച്ചു പോകാനായിട്ട്. ടൈം മാക്സിമം നിങ്ങൾ മാനേജ് ചെയ്യുക. നമ്മൾ വെറുതെ മൊബൈലിൽ റീല് കാണുന്ന സമയത്ത്, യൂട്യൂബ് ചുമ്മാ എടുക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലോട്ടൊക്കെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് നിങ്ങൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള രീതിയിലോട്ടൊന്ന് മാറ്റി നോക്കിക്കേ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അതൊരു ഹാബിറ്റ് ആയിക്കോളും. ഓക്കെ, അങ്ങനെ നിങ്ങളത് ശീലിച്ചു നോക്കുക. നമ്മൾ ഒരു ആഴ്ച കറക്റ്റായിട്ട് അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റീൽസോ വേറൊന്നും ആയിരിക്കില്ല കാണുന്നത്. നേരെ നമ്മൾ ഈ ഒരു എക്സാം കഴിയുന്നത് വരെയെങ്കിലും ഈ ഒരു പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്ത് നോക്കാം എന്നൊരു മെന്റാലിറ്റിയിലോട്ട് പോകും. ഫ്രീ ടൈമിലും കൂടെ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ എപ്പോഴും ക്യാരി ചെയ്യുന്നുണ്ടല്ലോ മൊബൈൽ ഫോൺ, അപ്പൊ ഇത് കുറച്ചും കൂടി ഈസിയാണ്. നമ്മുടെ കയ്യിൽ നോട്ട്സ് ഇല്ലെന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മളിന്ന് പഠിക്കാൻ വെച്ചുന്ന ടോപ്പിക്കിന്റെ നോട്ട്സ് നമ്മുടെ കയ്യിലില്ല, അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുവാണ്. ആ സമയം നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അവിടെ നിന്ന് നമുക്ക് കുറച്ച് നോളജ് കിട്ടുന്നുണ്ട്. ദെൻ ആക്ച്വൽ എക്സാമിന്റെ സമയത്ത് ഒത്തിരി ആൾക്കാർ പറഞ്ഞു കേൾക്കുന്ന ഒരു സങ്കടമാണ് അല്ലെങ്കിൽ ഒരു പരാതിയാണ്, പാസേജ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അത് നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കണ്ടിന്യൂസ് ഒരു 3 മണിക്കൂർ 2-3 മോക്ക് ടെസ്റ്റ് എങ്കിലും അറ്റൻഡ് ചെയ്ത് നോക്കുക. ഫൈൻ. അങ്ങനെയാണെങ്കിലായിരിക്കും നമുക്ക് ആ 3 മണിക്കൂർ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇതും മോക്ക് ടെസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതിന്റെ ആവശ്യകത അതും കൂടെയാണ്. അപ്പൊ ആക്ച്വൽ എക്സാമിന്റെ സമയത്ത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് മിക്കവാറും ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്നായിരിക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളൊന്ന് നോക്കുക, ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാതെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
എഗെയിൻ നിങ്ങൾക്ക് മാനേജ്മെന്റിലാണ് നിങ്ങൾ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആദ്യം പേപ്പർ 2 ട്രൈ ചെയ്യുക. പേപ്പർ 2 എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പേപ്പർ 1 വരിക. അങ്ങനെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ റിവൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്ക് യൂണിറ്റ് വൈസ് റിവിഷൻ ചെയ്യാം. നമ്മൾ യൂണിറ്റ് 1 നമ്മൾ ഒരാഴ്ചയിലാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു യൂണിറ്റ് നമ്മൾ 2 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം രാവിലെ അടുത്ത യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പഠിച്ചു തീർത്ത യൂണിറ്റിനെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. ദെൻ വീക്ക്ലി ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഓഫ് ക്യൂസസ്. ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്കില്ലാത്ത ഐഡിയാസ് കുറെ ആൾക്കാർക്ക്, നമ്മുടെ കൂടെയുള്ള കുറച്ച് ആൾക്കാർക്ക് കാണുമായിരിക്കും. മേ ബി അത് നിങ്ങൾ എങ്ങനെ ഒരു കാര്യം ഈസി ആയിട്ട് പഠിക്കാം എന്നുള്ള ഒരു കാര്യമായിരിക്കും. അതുപോലും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വീക്ക്ലി ഗ്രൂപ്പ് ഡിസ്കഷൻസും ക്യൂസസിലും ഒക്കെ ഇൻവോൾവ് ആക്കുക. ലാസ്റ്റ് 15 days പ്യുവർ റിവിഷൻ പ്ലസ് PYQ പ്ലസ് മോക്ക് ടെസ്റ്റ്. ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ മഗപ്പ് ചെയ്യാതെ, കുറെ റിസോഴ്സസ് ലോഡ് ചെയ്യാതെ ലാസ്റ്റത്തെ സമയം ഇത് ഒരു 15 days അല്ലെങ്കിൽ 20 days ആ ഒരു റിവിഷനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം സമയം മാറ്റിവെക്കാം. അപ്പൊ നമ്മുടെ ടൈം ടേബിളും അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങളൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ലാസ്റ്റത്തെ ഒരു മന്തില്ല, ഒരു എക്സാം നടക്കുന്ന ഡിസംബർ മന്ത് ഫുൾ നിങ്ങൾക്ക് ഒമിറ്റ് ചെയ്യാം. നവംബറിന് മുന്നേ നമ്മുടെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്യും. ദെൻ കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ് ഡ്യൂറിംഗ് പ്രിപ്പറേഷൻ ആണ് ഇഗ്നോറിംഗ് പേപ്പർ 1. നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പേപ്പർ 1 ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഒരിക്കലും അത് നിങ്ങൾ വിട്ടുപോകരുത്. നമ്മുടെ JRF നെറ്റും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ പേപ്പർ 1 ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ ലാസ്റ്റ് മിനിറ്റ് ക്രാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കൂടിയാണത്. റിവിഷനൊക്കെ നമ്മൾ കൂടുതൽ സമയം കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് മിനിറ്റ് എല്ലാം പഠിക്കാം എന്ന് വെച്ചിട്ട് മാറ്റി വെക്കരുത്. നോട്ട് പ്രാക്ടീസിങ് മോക്ക് ടെസ്റ്റ്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും, അത് ഓവർലോഡിങ് റിസോഴ്സസ്, നമുക്ക് ഫ്രീ റിസോഴ്സസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാം പോയി നമ്മൾ വാരി വലിച്ച് പഠിക്കരുത്. അങ്ങനെയല്ല, നെറ്റിന് അതിന്റെ ആവശ്യമില്ല. നമുക്ക് 100 out of 100 മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. അതേപോലെ റിസോഴ്സസ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രം. വീഡിയോസ് ഒത്തിരി അവൈലബിൾ ആണ് യൂട്യൂബിൽ. അതെല്ലാം എല്ലാത്തിലും പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ, അല്ലെങ്കിൽ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്നാണോ എന്നൊക്കെ ജസ്റ്റ് നിങ്ങൾ സെൽഫ് അനാലിസിസ് ചെയ്തിട്ട് മാത്രം റിസോഴ്സസ് കണ്ടെത്തുക. ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ മുന്നിൽ 6 മാസമുണ്ട്. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത്, ഇപ്പൊ ജൂൺ ഫുൾ കഴിഞ്ഞു, ജൂലൈ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. 6 മാസം മോർ ദാൻ ഇനഫ് ആണ്. ദെൻ നോട്ട് ഫോളോ ദ സ്റ്റഡി പ്ലാൻ. നമ്മൾ ആ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. That during exam spending too much time for one question, not reading questions correctly. വരുന്ന ക്ലാസ്സിൽ, നമ്മുടെ I+ന്റെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്ന സമയത്ത്, ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ ക്വസ്റ്റ്യൻസിൽ നോട്ട്, ആൻഡ്, ഓർ അങ്ങനത്തെ വേർഡ്സ് വരാറുണ്ട്. അത് ശ്രദ്ധിക്കാത്തത് കാരണം ആൻസേഴ്സ് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് വരുന്നത് നമ്മുടെ 2025 ഡിസംബറിലെ NTA മാനേജ്മെന്റിന്റെ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് സ്ട്രാറ്റജീസ്. നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ എക്സാം എങ്ങനെയാണ് ആ ഒരു സിലബസിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വന്നതെന്നുള്ളതും ഏതൊക്കെ ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തതെന്നുള്ളതും നമ്മൾ നോക്കി. ഓരോ യൂണിറ്റ് വൈസും എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളത്, അതിൽ നമുക്ക് സ്റ്റഡി റിസോഴ്സസ് എവിടെ നിന്നൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മളൊരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ ടൈം മാനേജ് ചെയ്യാം, റിവിഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, പിന്നെ നമ്മൾ പറഞ്ഞ കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ് ഡ്യൂറിംഗ് എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ളതുമാണ്. ഓക്കെ, അപ്പം NTA സൈക്കിൾസിൽ നിന്ന് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ അല്ല, എക്സാമിന് കണ്ട മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനോ അസർഷൻ റീസണിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻസോ ഒന്നും വന്നില്ല. അപ്പൊ ഇനി വരുന്ന എക്സാംസിൽ അത് എലിമിനേറ്റ് ചെയ്യാമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ അത് വരും എന്നുള്ള അസംഷനിൽ തന്നെ നമ്മൾ എക്സാം അപ്പിയർ ചെയ്യുക. അപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്യും. പിന്നെ എന്താണ്, പിന്നെ നമ്മുടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയാസ്, NTA റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് നമ്മൾ ഒരു റിവിഷൻ പറഞ്ഞപ്പോൾ റിവിഷൻ അല്ല, ഒരു സിലബസ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു തിയറീസ്, എല്ലാ തിയറീസും, മോട്ടിവേഷൻ തിയറീസ് ഉണ്ട്, ലേണിംഗ് തിയറീസ് ഉണ്ട്, ഇന്റർനാഷണൽ ട്രേഡിന്റെ തിയറീസ് ഉണ്ട്, ബ്രാൻഡ് ഇക്വിറ്റിന്റെ തിയറീസ് ഉണ്ട്, കൺസ്യൂമർ ബിഹേവിയറിന്റെ തിയറീസ് ഉണ്ട്, കുറെ തിയറീസ് ഉണ്ട്. ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആ ഒരു എക്കണോമിക്സിൽ നിന്നൊക്കെ ഉറപ്പായിട്ടും ഒരു തവണ എല്ലാ തവണയും ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിക്കും. ഇങ്ങനെ കുറെ ഏരിയാസ് ഉണ്ട്. ഇത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മളത് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് നോക്കും, ഇൻഡെപ്ത് ആയിട്ട് നോക്കും നമ്മൾ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്.